വെൽക്കം ബാക്ക്. നമ്മൾ പ്രഡിക്റ്റീവ് പാസ്റ്റ് ടേബിളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ പ്രഡിക്റ്റീവ് പാസ്റ്റ് ടേബിളിന്റെ കേസ് പറഞ്ഞപ്പോൾ പ്രഡിക്റ്റീവ് പാസ്റ്റ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 5 റൂൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതിൽ ആദ്യത്തെ റൂള് എന്ത് ചെയ്യുക, നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമറിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലേ? അതിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പറഞ്ഞ എന്തായിരുന്നു, ലെഫ്റ്റ് ഫാക്ടറിങ് നമ്മൾ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അത് പോസിബിൾ ആണെങ്കിൽ, അതായത് ഗ്രാമറിൽ ലെഫ്റ്റ് ഫാക്ടറിങ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഫാക്ടറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മൂന്നാമത്തെ നമ്മുടെ റൂൾ എന്താണ്, നമ്മൾ ഫസ്റ്റും ഫോളോയും കാണണം എന്ന് പറഞ്ഞു അല്ലേ? അതായത് ഗ്രാമർ സിമ്പലിന്റെ ഫസ്റ്റും ഫോളോയും ആണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഫോളോ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ഇപ്പൊ അതിൽ ഫസ്റ്റ് ഒരു റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ റൂൾ ഇതാണ്: ഒരു ടെർമിനലിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. കണ്ടോ, ഒരു ടെർമിനലിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ടെർമിനലിന്റെ ഫസ്റ്റ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞ എ ടെൻസ് ടു സ്മോൾ എ. ഓക്കെ, ക്യാപിറ്റൽ എ ടെൻസ് ടു സ്മോൾ എ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് എന്താ, അത് തന്നെയാണ്. അതായത് ഒരു ടെർമിനലിന്റെ ഫസ്റ്റ് എപ്പോഴും ആ ടെർമിനൽ തന്നെ ആയിരിക്കും. ഇനി ഒരു നോൺ ടെർമിനലിന്റെ ഫസ്റ്റ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിന്റെ നമ്മൾ എന്ത് ചെയ്യണം, അത് ടെർമിനൽ കിട്ടുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്ത് പോകണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു ഇത് കണ്ടോ, എ ടെൻസ് ടു എ ബി സി, ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ റൂൾ. എനിക്ക് കാണേണ്ടത് ഫസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എ ആണ്. ഇത് ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ഓഫ് എ ആണ് കാണേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫസ്റ്റ് ഓഫ് എ ബി സി കാണണം. ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എ ബി സി ആണ്. ഇതിന്റെ ഫസ്റ്റ് എന്താണ്, സ്മോൾ ലെറ്റർ എ ആണ്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഫസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് എന്താണ്, ടെർമിനൽ കിട്ടണം, അതായത് സ്മോൾ ലെറ്റേഴ്സ് കിട്ടണം, അവിടെ വരെ കൊണ്ട് നമ്മൾ നിർത്തണം. ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനിലേക്ക് പോയിട്ട് നമ്മൾ അങ്ങനെ പോയി ലാസ്റ്റ് നമുക്ക് അതിന്റെ സ്മോൾ ലെറ്റർ ആണ് കിട്ടേണ്ടത്. സ്മോൾ ലെറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഫസ്റ്റ് ഓഫ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, എപ്സിലോണിന്റെ ഫസ്റ്റ് എപ്പോഴും എപ്സിലോൺ തന്നെ ആയിരിക്കും. എപ്സിലോണിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ആ എപ്സിലോൺ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കി. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ഇത് നോക്കി കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു കുറച്ച് പ്രൊഡക്ഷൻ റൂൾ തന്നിട്ടുണ്ട് അല്ലെ? ഇ ടെൻസ് ടു ടി ഇ ഡാഷ്, ഇ ഡാഷ് ടെൻസ് ടു പ്ലസ് ടി ഇ ഡാഷ് ഓർ എപ്സിലോൺ, ടി ടെൻസ് ടു എഫ് ടി ഡാഷ്, ടി ഡാഷ് ടെൻസ് ടു സ്റ്റാർ എഫ് ടി ഡാഷ് ഓർ എപ്സിലോൺ, എഫ് ടെൻസ് ടു ഇ. ഇ എന്ന് എഴുതിയിരിക്കുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റിനുള്ളിലാണ്, ഓർ ഐ ഡി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂളുകൾ. ഞാൻ ആദ്യം കാണാൻ പോകുന്നത് എന്താണെന്നറിയോ, ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഇ ആണ്. ഓക്കെ, ഇയുടെ ഫസ്റ്റ് ആണ് ഞാൻ കാണാൻ പോകുന്നത്, ഫസ്റ്റ് ഓഫ് ഇ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പൊ നമുക്ക് എഴുതാം. ഇപ്പം ഫസ്റ്റ് ഓഫ് ഇ, ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ അപ്പുറത്ത് എന്താ കിടക്കുന്നത്, ടി ഇ ഡാഷ് ആണ് അല്ലെ? ഫസ്റ്റ് ഓഫ് ടി ഇ ഡാഷ് ആണ്, ഫസ്റ്റ് ഓഫ് ടി ഇ ഡാഷ് വരും. ഇനി നോക്കിയേ, ഇതിന്റെ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ഓഫ് ടി ഇ ഡാഷ് എന്താണ്, ഫസ്റ്റ് ഓഫ് ടി ഇ ഡാഷ് കാണണമെങ്കിൽ ഈ ടി വെച്ചിട്ടുള്ള പ്രൊഡക്ഷനിലേക്ക് പോകണം. ടി വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ഏതാ, ടി ടെൻസ് ടു എഫ് ടി ഡാഷ് ആണ് അല്ലെ? ടി ടെൻസ് ടു എഫ് ടി ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഓഫ് എഫ് ടി ഡാഷ് ആണ്. ഫസ്റ്റ് ഓഫ് എഫ് ടി ഡാഷ്. ഈ എഫ് ടി ഡാഷ് എവിടെ നിന്നാണ് കിട്ടിയത്, ടിയിലേക്ക് പോയപ്പോഴാണ്, ടിയുടെ പ്രൊഡക്ഷനിലേക്ക് പോയപ്പോഴാണ് എഫ് ടി ഡാഷ് കിട്ടിയത്. ഇനി ഇവിടെ നോക്കിയേ, ഈ ഫസ്റ്റ് ഓഫ് എഫ് ടി ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എഫ് ആണ് അല്ലെ? എഫും ക്യാപിറ്റൽ ലെറ്റർ ആണ്. നമുക്ക് എപ്പോഴാണോ സ്മോൾ ലെറ്റർ ആദ്യം ഫസ്റ്റ് കിട്ടുന്നത് അവിടെ വെച്ച് നിർത്തണം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഓഫ് എഫ് ടി ഡാഷിൽ നോക്കിയാൽ എന്താ, ഫസ്റ്റ് കിടക്കുന്ന എഫ് അല്ലേ? അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എഫിന്റെ പ്രൊഡക്ഷനിൽ പോകണം. എഫിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന പ്രൊഡക്ഷൻ, അതായത് എഫ് ടെൻസ് ടു ഇ ക്ലോസ് ഓപ്പൺ ബ്രാക്കറ്റ് ഇ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓർ ഐ ഡി. ഇതാണ് പ്രൊഡക്ഷൻ റൂൾ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് എഫ് ടി ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എഫ് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഓഫ് എഫ് എന്ന് വരും അല്ലെ? ഫസ്റ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എന്താണ്, ഓപ്പൺ ബ്രാക്കറ്റ് ഇ ഓർ ഐ ഡി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്നത് അല്ലെ? ഇനി നോക്കുക, ഈ ഫസ്റ്റ് ഓഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഇ ആൻഡ് ഐ ഡി. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ആണ് ഇനി കാണേണ്ടത്. അപ്പം ഇതിന്റെ ഫസ്റ്റ് എന്താണ്, ഈ ഓപ്പൺ അതായത് ഫസ്റ്റ് ഓഫ് ആദ്യത്തെ പാർട്ടിന്റെ ഫസ്റ്റ് എന്താണ്, ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അതാണ് ഫസ്റ്റ് അല്ലെ? ഈ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഐ ഡി എന്നൊക്കെ പറയുന്നതൊക്കെ സ്മോൾ ലെറ്റർ ആയിട്ടാണ് നമ്മൾ, അതായത് ടെർമിനൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ വരുമ്പോൾ മാത്രമേ നമുക്ക് നോൺ ടെർമിനൽ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ ടെർമിനലാണ് വരുന്നത്. അപ്പം ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി നോക്കുക, ഫസ്റ്റ് ഓഫ് ഐ ഡി. ഫസ്റ്റ് ഓഫ് ഐ ഡി എന്താ, ഐ ഡി തന്നെയാണ്. അതായത് ഈ ഐ ഡി എന്ന് പറയുന്നത് എന്താണ്, ടെർമിനൽ ആണ് അല്ലെ? ഫസ്റ്റ് ഓഫ് ഐ ഡി എന്ന് പറയുന്നത് ഐ ഡി. അതായത്
അതായത് നമുക്ക് പറയാൻ പറ്റും ഈ ഓർ ഇട്ടേക്കുന്നുണ്ടോ, നടുക്കത്തെ വര കണ്ടോ, അതിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെയും ഫസ്റ്റ് കാണണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡി ആണ് നമ്മുടെ ഫസ്റ്റ്. അപ്പം ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുന്നത് ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡിയുമാണ്. ഓക്കെ, ഇപ്പൊ പിടികിട്ടില്ലേ എന്താ സംഭവം എന്നുള്ളത്? നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഇ ഡാഷ് ആണ്. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് നോക്കിയേ, ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എടുക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഇ ഡാഷ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്, FIRST, ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്, ഇതാണ് ഞാൻ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇ ഡാഷിന്റെ അപ്പുറത്ത് എന്താ കിടക്കുന്നത്? പ്ലസ് ടി ഇ ഡാഷ്. സോ പ്ലസ് ടി ഇ ഡാഷ് മീൻസ് പ്ലസ് ടി ഇ ഡാഷ് അല്ലെ? അപ്പൊ ഫസ്റ്റ് ഓഫ് നമ്മൾ എന്താ കാണണ്ടേ? ഫസ്റ്റ് ഓഫ് പ്ലസ് ടി ഇ ഡാഷ് ഓർ എപ്സിലോൺ, ടി ഇ ഡാഷ് ഓർ എപ്സിലോൺ അല്ലെ? ഇതിന്റെ ഫസ്റ്റ് ആണ് ഇനി കാണേണ്ടത്. അപ്പം ഫസ്റ്റ് ഓഫ് പ്ലസ് ടി ഡാഷ് എന്താ? പ്ലസ് ആണ് അതിന്റെ ഫസ്റ്റ്, അത് ടെർമിനൽ ആണ് അല്ലെ? അതാണ് ഫസ്റ്റ്. ഇനി അപ്പുറത്തെ ഫസ്റ്റ് ഓഫ് എപ്സിലോൺ എന്താ? എപ്സിലോണിന്റെ ഫസ്റ്റ് എന്താ? എപ്സിലോൺ തന്നെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എന്ന് പറയുന്നത് പ്ലസും എപ്സിലോണും ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്. ഇനി ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ടി നോക്കാം. ഫസ്റ്റ് ഓഫ് ടി, ഫസ്റ്റ് ഓഫ് ടി. ഓക്കെ, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാ സിമ്പിളിനെയും ഫസ്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി ടെൻസ് ടു എഫ് ടി ഡാഷ് എന്നല്ലേ ആ പ്രൊഡക്ഷൻ? ടി ടെൻസ് ടു എഫ് ടി ഡാഷ് അല്ലെ? അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എഫ് ടി ഡാഷ്, ഫസ്റ്റ് ഓഫ് എഫ് ടി ഡാഷ് വരും. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ആദ്യം കിടക്കുന്നത് എന്താ? ക്യാപിറ്റൽ ലെറ്ററാ. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ പ്രൊഡക്ഷനിലേക്ക് വീണ്ടും പോകണം, എഫിന്റെ പ്രൊഡക്ഷനിലേക്ക് വീണ്ടും പോകണം. അപ്പൊ എഫിന്റെ പ്രൊഡക്ഷനിൽ പോയി കഴിഞ്ഞാൽ എന്താ? എഫ് ടെൻസ് ടു ഇ ഐ ഡി എന്നല്ലേ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന? നോക്കിയേ, ഇത് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന നോക്ക്, എഫ് ടെൻസ് ടു ഇ ഐ ഡി എന്നല്ലേ വരുന്നത്? അപ്പം എന്ത് ചെയ്യണം? അപ്പൊ ഫസ്റ്റ് ഓഫ് എഫ് ആണ് നമ്മൾ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഇ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓർ ഐ ഡി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് എന്താ? ഈ പാർട്ടിന്റെ ഫസ്റ്റ് കാണണം അല്ലെ? ഈ നടുക്കത്തെ, അതായത് ഈ ഓർ സിമ്പിൾ എത്രണ്ണം ഇട്ടിട്ടുണ്ടോ അതിന്റെ എല്ലാം ഫസ്റ്റ് കാണണം. അപ്പോ ഈ പാർട്ടിന്റെ ഫസ്റ്റ് എന്താ? ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി അടുത്ത ഐ ഡി പാർട്ടിന്റെ ഫസ്റ്റ് എന്താ? ഐ ഡി പാർട്ടിന്റെ ഫസ്റ്റ് ഐ ഡി തന്നെ അല്ലെ? ഐ ഡി. ഈ ഐ ഡി എന്നുള്ളത് ഒരു സിംഗിൾ ഇതായിട്ട് കൺസിഡർ ചെയ്യണേ, ഐയും ഡിയും ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഐ ഡി എന്നുള്ളത്, ഐ ഡി മീൻസ് ഐഡന്റിഫയർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐഡന്റിഫയറിനാണ് ഐ ഡി എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡി ആണ് നമ്മുടെ ഫസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ഫസ്റ്റ് നമുക്ക് എങ്ങനെ കാണാം? എന്തിന്റെ ഫസ്റ്റ് കാണാം? ഫസ്റ്റ് ഓഫ് ടി ഡാഷ്. ഫസ്റ്റ് ഓഫ് ടി ഡാഷ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ടി ഡാഷ് ആണ് ഞാൻ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ടി ഡാഷ്. ഓക്കെ, ടി ഡാഷിന്റെ ഫസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതെങ്ങനെ കാണുന്നത്? ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ന് പറയുന്നത് എന്താണ് നോക്കി? ഫസ്റ്റ് ഓഫ് എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ എഫ് ടി ഡാഷ് പിന്നെ ഓർ എപ്സിലോൺ അല്ലേ? ഇതല്ലേ ആ ടി ഡാഷിന്റെ പ്രൊഡക്ഷൻ അങ്ങനല്ലേ കിടക്കുന്നത് റൈറ്റ് സൈഡ്? അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കാണണം. ഇതിന്റെ ഫസ്റ്റ് എന്താ? ഇതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം കിടക്കുന്നത് എന്താ? ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാ. അതെന്താ? അതെന്ന് പറയുന്നത് ടെർമിനൽ സിമ്പിൾ ആണ് അല്ലെ? ടെർമിനൽ സിമ്പിൾ ആണ് അത്. പിന്നെ അപ്പുറത്ത് കിടക്കുന്നതിന്റെ ഫസ്റ്റ് കാണണം. അതായത് എപ്സിലോണിന്റെ ഫസ്റ്റ് എന്താ? എപ്സിലോൺ തന്നെ. സോ ഇതാണ് നമ്മുടെ എന്ത്? ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ന് പറയുന്നത് അല്ലെ? ഫസ്റ്റ് ഓഫ് ടി ഡാഷ്. ഇനി അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഈ ലാസ്റ്റത്തെ നോക്കിയേ, ഈ ലാസ്റ്റ് നോക്കിയാൽ ഫസ്റ്റ് ഓഫ് എഫ്. ഓക്കെ, ഈ ഫസ്റ്റ് ഓഫ് എഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഓഫ് എഫ് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഈ ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡി ആയിരിക്കും. അതാണ് ഫസ്റ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് വരും, പിന്നെ അപ്പുറത്ത് കിടക്കുന്നതിന്റെ ഫസ്റ്റ് കാണണമല്ലോ, ഐ ഡി. അതിന്റെ ഫസ്റ്റ് അത് തന്നെയാണ്, ഐ ഡി തന്നെയാണ്, ഐ ഡി. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. ഇത് എളുപ്പ പരിപാടിയല്ലേ? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴും നമുക്ക് ഫൈനലി കിട്ടുന്ന ഫസ്റ്റിനകത്ത് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ വരത്തില്ല. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സിമ്പിൾസും പിന്നെ സ്മോൾ ലെറ്റർ മാത്രമേ വരുള്ളൂ. അത് ഓർത്താൽ മതി. ക്യാപിറ്റൽ ലെറ്റർ ആണ് കാണുന്നതെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനിലേക്ക് പോയിട്ട്
അതിന്റെ ഫസ്റ്റ് വീണ്ടും കാണണം. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചെയിൻ പോലെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.